സാപ്പിയൻസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ പ്രീവിയസ് MCQസും അതുപോലെ തന്നെ നമുക്ക് ഇനിയുള്ള എക്സാമിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മുന്നേ ചോദിച്ചിട്ടുള്ള RRB JEEയിലും അതുപോലെ തന്നെ നമ്മുടെ SSC JEEയിലും കേരള PSCയിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസിലെയും നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ആൻസറിലേക്ക് എത്തുന്ന ആ ഒരു കോൺസെപ്റ്റിൽ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് വിസ്കോസിറ്റി. ഓക്കെ, അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ എന്ത് ചെയ്യണം? നമ്മൾ വിസ്കോസിറ്റിയെക്കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ആൻസർ ചെയ്യണം. അതായത് നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ നോക്കാം. ഇൻ ജനറൽ ഇറ്റ് ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ഫോർ ലിക്വിഡ്സ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് പിക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് നോക്കാം. അതായത് വിസ്കോസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നുള്ള ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നോക്കാം. ഇൻ ജനറൽ ഇറ്റ് ഡിക്രീസസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിസ്കോസിറ്റിയാണ്. വിസ്കോസിറ്റി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ഫോർ ലിക്വിഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്മുടെ ലിക്വിഡിൻ്റെ കേസിൽ എന്തായിരിക്കും? ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന പഠിച്ചിട്ടുണ്ട്. ഇതിന് ബാക്കി നോക്കാം. ബിക്കോസ് ദ ഇൻറ്റേർണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ഫ്ലൂയിഡ് ലെയേഴ്സ് ഗെറ്റ്സ് ഡിക്രീസ്ഡ് അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചതാണ് ആ ഒരു ഫ്ലൂയിഡ് ലെയേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഇൻറ്റേർണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കോസീവ് ഫോഴ്സ് കുറയുന്നത് കൊണ്ടാണ് ആ ഒരു നമ്മൾ ലിക്വിഡ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ തന്നെയാണ്. ഓക്കെ, നമുക്ക് എന്നാലും ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻ ജനറൽ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. വിസ്കോസിറ്റി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ഫോർ ഗ്യാസസ്. അത് തെറ്റാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ തിയറി ക്ലാസ്സിൽ. നമ്മുടെ ഗ്യാസിൻ്റെ കേസിൽ എന്താണ്? ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യല്ല ചെയ്യുക, പകരം വിസ്കോസിറ്റി എന്താ ചെയ്യുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റിയും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ? നമ്മുടെ ലിക്വിഡിൻ്റെ കേസാണ് നമുക്കറിയാം. അവിടെ ഉണ്ടാകുന്ന വിസ്കോസിറ്റിക്ക് കാരണം കൊഹസീവ് ഫോഴ്സാണ്. ഓക്കെ, നമ്മൾ മുന്നേ പഠിച്ചതാണ്. നമ്മൾ കൊഹസീവ് ഫോഴ്സാണ് നമ്മുടെ ലിക്വിഡിൻ്റെ കേസിൽ, അല്ലെങ്കിൽ കൊഹീഷനാണ് ലിക്വിഡിൻ്റെ കേസിൽ നമ്മുടെ വിസ്കോസിറ്റിക്ക് കാരണം. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസീവ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ കോസീവ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ കോസീവ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കും? കോസീവ് ഫോഴ്സ് ആണ് നമ്മുടെ വിസ്കോസിറ്റി കാരണം. സോ കോസീവ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ ആരോ മാർക്കിട്ട് തെറ്റിപ്പോയി. ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ ലിക്വിഡിൻ്റെ കേസിൽ കോസീവ് ഫോഴ്സ് അല്ല, ഫോഴ്സീവ് ഫോഴ്സ് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ മോളിക്യൂൾസ് ഉണ്ടാവും അല്ലേ? നമ്മുടെ വാട്ടറാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ലിക്വിഡ് ആണെങ്കിൽ ആ ലിക്വിഡ് ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് ഇങ്ങനെ കുറേ മോളിക്യൂൾസ് ഉണ്ടാവും. ആ മോളിക്യൂൾസ് തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടല്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മളതിനാണ് കോസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോയിഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ലിക്വിഡിൻ്റെ സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കാരണമാണ് അവിടെ ആ ഒരു കോസീവ് ഫോഴ്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ കോസീവ് ഫോഴ്സാണ് നമ്മുടെ ലിക്വിഡിൻ്റെ കേസിൽ വിസ്കോസിറ്റിക്ക് കാരണമായിട്ടുള്ളത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഈ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ എന്ത് ചെയ്യും? അത് ബ്രേക്ക് ആവുന്നൊരു കണ്ടീഷൻ വരും. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ ഒരു കോസീവ് ഫോഴ്സൊക്കെ കുറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? അത് ഓരോ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷൻസ് കുറയും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, കോസീവ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാം? നമ്മുടെ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ലിക്വിഡിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. അതിനുള്ള കാരണം കോസീവ് ഫോഴ്സ് കുറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഓപ്ഷൻ പ്രകാരം നമ്മൾ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ കറക്റ്റ് തന്നെയാണ് നമുക്ക് മനസ്സിലുണ്ട്. രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നതാണ് നമ്മൾ ഗ്യാസിൻ്റെ കേസാണ് പറഞ്ഞത് അല്ലേ? ഓപ്ഷൻ ബി നോക്കാം. ഇൻ ജനറൽ വിസ്കോസിറ്റി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ഫോർ ഗ്യാസസ് ബിക്കോസ് ദ ഇൻറ്റേർണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ഫ്ലൂയിഡ് ലെയേഴ്സ് ഗെറ്റ്സ് ഡിക്രീസ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ കേസിൽ എന്താണെന്ന് നോക്കാം. നമുക്കറിയുന്നതാണ് നമ്മൾ ഗ്യാസിൻ്റെ കേസിൽ നമ്മുടെ വിസ്കോസിറ്റിക്ക് കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ വിസ്കോസിറ്റി കാരണമായിട്ടുള്ളത് നമ്മുടെ മോളിക്കുലർ തമ്മിലുള്ള
നമ്മുടെ മോളിക്യൂൾസിൻ്റെ റാൻഡം മോഷനാണ് നമ്മുടെ ഗ്യാസിൻ്റെ കേസിൽ വിസ്കോസിറ്റിക്ക് കാരണമായിട്ടുള്ളത്. ഓക്കെ, അതായത് നമുക്കറിയാം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മോളിക്യൂൾസിൻ്റെ റാൻഡം മോഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, റാൻഡം മോഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ റാൻഡം മോഷൻ ഇൻക്രീസ് ചെയ്ത് എന്തായിരിക്കും, ആ മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിയിടിച്ച് എന്ത് ചെയ്യും, പരസ്പരം കൂട്ടിയിടിച്ച് അവിടെ അവിടെ വിസ്കോസിറ്റി സംഭവിക്കണം, അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് സംഭവിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മോളിക്യൂൾസ് തമ്മിൽ റാൻഡം മോഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ വിസ്കോസിറ്റി ഗ്യാസിൻ്റെ കേസിൽ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ടെമ്പറേച്ചർ കൂടുമ്പം മോളിക്യൂൾസിൻ്റെ റാൻഡം മോഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, മോളിക്യൂൾസിൻ്റെ റാൻഡം മോഷൻ ഇൻക്രീസ് ചെയ്യും. മോളിക്യൂൾസിൻ്റെ റാൻഡം മോഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെയുള്ള റെസിസ്റ്റൻസ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അതായത് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ നമ്മുടെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസിൻ്റെ കേസിൽ എന്താണ്, വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, കാരണം മോളിക്യൂൾസിൻ്റെ റാൻഡം മോഷൻ ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഓപ്ഷൻ പ്രകാരം നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞാൽ എന്താണ്, ഇൻ ജനറൽ വിസ്കോസിറ്റി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ഫോർ ഗ്യാസസ് അല്ലേ. അപ്പോൾ തന്നെ തെറ്റാണ്, ഡിക്രീസസ് അല്ല, ശരിക്കും എന്താണ്, ഗ്യാസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പം വിസ്കോസിറ്റിയും കൂടുകയാണ് ചെയ്യുക. നമ്മുടെ ലിക്വിഡിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കാം. ഇൻ ജനറൽ വിസ്കോസിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ഫോർ ലിക്വിഡ്സ്. അപ്പോൾ അതും തെറ്റാണല്ലേ. എന്താണ്, നമ്മൾ ലിക്വിഡ്സിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ലിക്വിഡിൻ്റെ കേസിൽ എന്താണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണെന്ന് പറയാൻ പറ്റും. അതുപോലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഡി, ഇൻ ജനറൽ വിസ്കോസിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ഫോർ ഗ്യാസസ്. ഇവിടെ പറഞ്ഞു ടെമ്പറേച്ചർ ഫോർ ഗ്യാസസ് ബിക്കോസ് ദ ഇൻറ്റേർണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഫ്ലൂയിഡ് ലെയേഴ്സ് ഗെറ്റ്സ് ഇൻക്രീസ്ഡ്. ഓക്കെ, അതായത് നാലാമത്തെ ഓപ്ഷൻ പറഞ്ഞാൽ ഇൻ ജനറൽ ഇറ്റ് ഇൻക്രീസ് വിത്ത് ടെമ്പറേച്ചർ ഫോർ ഗ്യാസസ്. ഓക്കെ, അതായത് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടല്ലേ, നമ്മുടെ ഗ്യാസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ലാസ്റ്റ് അതിൻ്റെ ആ ഒരു സെൻറ്റൻസിൽ ലാസ്റ്റ് നോക്കാം. ബിക്കോസ് ദ ഇൻറ്റേർണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഫ്ലൂയിഡ് ലെയേഴ്സ് ഗെറ്റ്സ് ഇൻക്രീസ്ഡ് അല്ലേ. എന്താണ്, ഇൻറ്റേർണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുമ്പം എന്ത് സംഭവിക്കുന്നു, അവിടെ നമ്മുടെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യാമെന്നാണ് പറഞ്ഞുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അല്ലേ. നമ്മൾ പറഞ്ഞു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ല അവിടെ വരുന്നത്, ശരിക്കും മോളിക്യൂൾസ് തമ്മിലുള്ള എന്താണ്, അവർ തമ്മിൽ ആ ഒരു നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ മോളിക്യൂൾസിൻ്റെ റാൻഡം മോഷൻ കാരണമാണ് എന്ത് ചെയ്യുന്നത്, ശരിക്കും നമ്മുടെ ഗ്യാസിൻ്റെ കേസിൽ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. റാൻഡം മോഷൻ കൂടുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ അവിടുത്തെ റെസിസ്റ്റൻസ് കൂടാണ് അല്ലേ. അല്ലാതെ ഇവിടെ പറഞ്ഞ പോലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഫ്ലൂയിഡ് ലെയേഴ്സ് എന്ത് ഇൻക്രീസ് ചെയ്യല്ല, പകരം എന്താണ്, റാൻഡം മോഷൻ, മോളിക്യൂൾസിൻ്റെ റാൻഡം മോഷൻ കൂടുമ്പം അവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിട്ടാണ് വിസ്കോസിറ്റി ഗ്യാസിൻ്റെ കേസിൽ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ പ്രകാരം നമുക്ക് ഓപ്ഷൻ ഡിയും തെറ്റാണ്, ഓപ്ഷൻ സി തെറ്റാണ്, ഓപ്ഷൻ ബി തെറ്റാണ്. അതുപോലെ നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ടുള്ള നമ്മുടെ ഓപ്ഷൻ എ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് ഇൻ ജനറൽ വിസ്കോസിറ്റി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ഫോർ ലിക്വിഡ്സ് ബിക്കോസ് ദ ഇൻറ്റേർണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഫ്ലൂയിഡ് ലെയേഴ്സ് ഗെറ്റ്സ് ഡിക്രീസ്ഡ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ഇതുപോലെ കോൺസെപ്റ്റുകൾ പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കാം, അടുത്തൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനാണ്. ദ സ്പേസ് ഓഫ് 20 mm ബിറ്റ്വീൻ ദ ടു പാരലൽ വെർട്ടിക്കൽ പ്ലേറ്റ് ഈസ് ഫിൽഡ് വിത്ത് ആൻ ഓയിൽ ഓഫ് വിസ്കോസിറ്റി 2 Nm/m². ഓക്കെ, അപ്പോൾ ദ സ്പേസ് ഓഫ് 20 mm ബിറ്റ്വീൻ ദ ടു പാരലൽ വെർട്ടിക്കൽ പ്ലേറ്റ്, അതായത് രണ്ട് വെർട്ടിക്കൽ പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് വെർട്ടിക്കൽ പ്ലേറ്റിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 20 mm നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അല്ലേ, ടു വെർട്ടിക്കൽ പ്ലേറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു സ്പേസാണ് 20 mm പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഫിൽഡ് വിത്ത് ആൻ ഓയിൽ ഓഫ് വിസ്കോസിറ്റി 2 Nm/m². അപ്പോൾ എന്താ ഈ പ്ലേറ്റിന് ഇടയ്ക്കുള്ളത് ഒരു ഓയിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ എന്താണ്, ഓയിലിൻ്റെ വിസ്കോസിറ്റി നമുക്കറിയാം, നമുക്ക് മ്യൂ ആണ്, വിസ്കോസിറ്റി മ്യൂ ആണ്, അത് 2
സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 2 പാസ്കൽ സെക്കൻഡ് ആണെന്ന് പറയാൻ പറ്റും. ഡിറ്റർമിൻ ദ ഷിയർ സ്ട്രെസ് ഇൻ ഓയിൽ ഇഫ് വൺ പ്ലേറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 1 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, എന്ത് ചെയ്യണം? ഡിറ്റർമിൻ ദ ഷിയർ സ്ട്രെസ്, നമ്മൾ ടോ ഫൈൻഡ് ചെയ്യണം. ഷിയർ സ്ട്രെസ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഇഫ് വൺ പ്ലേറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 1 മീറ്റർ പെർ സെക്കൻഡ്. ഇതിലെന്ത് ചെയ്യുന്നു? ഒരു പ്ലേറ്റ് നമുക്കിവിടെ ഫിക്സ്ഡ് ആചാരിക്കുക, ഈ പ്ലേറ്റ് ഇവിടെ ഫിക്സ്ഡ് ആചാരിക്കുക. എന്നാൽ ഈ പ്ലേറ്റ് എന്ത് ചെയ്യുന്നു? അത് ഡിസ്പ്ലേസ് ചെയ്ത പോലെ ആ ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ ആ ലിക്വിഡ് കാരണം എന്ത് ചെയ്യുന്നു? ആ ഒരു പ്ലേറ്റ് അങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്ത് പോവാണ് വിത്ത് എ വെലോസിറ്റി ഓഫ് 1 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റി നമുക്ക് 1 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ആൻസർ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ വിസ്കോസിറ്റി തന്നിട്ടുണ്ട്, ടോ അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് നമ്മൾ ഫൈൻഡ് ചെയ്യണം, വെലോസിറ്റി തന്നിട്ടുണ്ട്, അതുപോലെ ഡിസ്റ്റൻസും തന്നിട്ടുണ്ട് 20 mm. അതിൽ നമുക്കിതിനെ വൈ എന്ന് വിളിക്കാം. വൈ എന്ന് സാധാരണ നമ്മൾ ഡിസ്റ്റൻസിനെ വൈ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ തിയറി ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ടോ ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു വി ബൈ വൈ എന്ന് പറയാം. ഇത് നമ്മുടെ ഒരു ഇക്വേഷനാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയിൽ വരുന്ന ഒരു ഇക്വേഷനാണ് ടോ ഈക്വൽ ടു മ്യൂ ഇൻറ്റു വി ബൈ വൈ. ഓക്കെ, നമുക്കിത് വെച്ച് ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം, ഇതിൽ തന്നിരിക്കുന്ന ഡാറ്റാസ് ഒന്ന് ടോ നമുക്ക് ഫൈൻഡ് ചെയ്യണം. മ്യൂ നമുക്ക് തന്നിട്ടുണ്ട് 2 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. വി തന്നിട്ടുണ്ട് 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വൈ തന്നിട്ടുണ്ട് 20 mm ആണ്. നമ്മളിതിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം, ടോ ഈക്വൽ ടു മ്യൂ ഇൻറ്റു ടോ ഈക്വൽ ടു മ്യൂ ഇൻറ്റു വി ബൈ വൈ ആണ്. അപ്പോൾ നമുക്ക് വാല്യൂസ് കൊടുക്കാം. മ്യൂ ഇവിടെ 2 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. വി 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വൈ 20 mm ആയിരുന്നു. നമുക്ക് 20 mm മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം വെലോസിറ്റി നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലും അതുപോലെ തന്നെ വിസ്കോസിറ്റി നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 0.02 ആണ് നമ്മുടെ മീറ്ററിൽ ആകുമ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുക. അല്ലെങ്കിൽ 20 × 10⁻³ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഫൈനലി 2/0.02 കിട്ടും. അതായത് 100 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും നമുക്ക് ഷിയർ സ്ട്രെസ് ആയിട്ട് ആൻസർ കിട്ടുക. ഓക്കെ, 100 ന്യൂട്ടൺ പെർ സെക്കൻഡാണ് നമ്മുടെ ഷിയർ സ്ട്രെസ് വരിക. അപ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ ഓപ്ഷനിൽ വന്നിട്ടുണ്ടോ നോക്കാം. ചെയ്ത മനസ്സിലായി വിചാരിക്കും. നമ്മുടെ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ ടോ ഈക്വൽ ടു മ്യൂ ഇൻറ്റു വി ബൈ വൈ ആണ്. അപ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ് അറിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടും സ്റ്റെപ്പുകൾ നോട്ട് ചെയ്യുക, ഇക്വേഷൻ എഴുതി വെക്കാം. നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, ഇവിടെ ആൻസർ നമ്മുടെ ഓപ്ഷൻ എ കൊടുത്തിട്ടുണ്ട്. 100 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അവിടെ ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ്. ഓക്കെ, നമുക്കിനി അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നമ്മൾ റോങ് സ്റ്റേറ്റ്മെൻറ്റാണ് കണ്ടെത്തേണ്ടത്. ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നോക്കാം. വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഈസ് ദാറ്റ് പ്രോപ്പർട്ടി വിച്ച് ഡിറ്റർമിൻസ് ദ എമൗണ്ട് ഓഫ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു എ ഷിയറിംഗ് ഫോഴ്സ്. ഓക്കെ, കറക്റ്റ് തന്നെയാണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയാണ് വിച്ച് ഡിറ്റർമിൻസ് ദ എമൗണ്ട് ഓഫ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു എ ഷിയറിംഗ് ഫോഴ്സ്. അല്ലേ, ഷിയറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർഫസിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ അല്ലേ, നമ്മളൊരു ഷിയർ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ഫ്ലൂയിഡ് പിന്നെ ഫ്ലോ ചെയ്യുന്നത്. അല്ലേ, ഷിയർ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുക. അപ്പോൾ റെസിസ്റ്റൻസ് ടു എ ഷിയറിംഗ് ഫോഴ്സ് പറഞ്ഞാൽ ശരിക്കും ആ ഫ്ലോയാണ് റെസിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ആ ഒരു ടേമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയുന്നതാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ് പ്രോപ്പർട്ടിയാണ്, നമ്മളെ ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്കൊരു റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് റോങ് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി രണ്ടാമത്തെ നോക്കാം.
വിസ്കോസിറ്റി ഈസ് ഡ്യൂ പ്രൈമറിലി ടു ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഫ്ലൂയിഡ് മോളിക്യൂൾസ്. ഓക്കെ, വിസ്കോസിറ്റി ഈസ് ഡ്യൂ പ്രൈമറിലി ടു ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഫ്ലൂയിഡ് മോളിക്യൂൾസ്. അപ്പോൾ അത് ശരിയാണ്. വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു നമ്മുടെ ഫ്ലൂയിഡിൻ്റെ മോളിക്യൂൾസിൻ്റെ ഇൻട്രാക്ഷൻ കാരണമാണ് ശരിക്കും ആ ഒരു വിസ്കോസിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ അതും ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. നമുക്കിനി അടുത്തൊരു മൂന്നാമതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ലിക്വിഡിൻ്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക, കാരണം കോസീവ് ഫോഴ്സ് കുറയുന്നതാണ്. അപ്പോൾ ഇതും റൈറ്റ് ആയിട്ടുള്ളൊരു ആൻസർ തന്നെയാണ്. ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം. വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഈസ് അപ്രീഷ്യബിളി എഫക്റ്റഡ് ബൈ ചേഞ്ച് ഇൻ പ്രഷർ. ഓക്കെ, അപ്പോൾ നോക്കാം. വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഈസ്, ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി അപ്രീഷ്യബിളി എഫക്റ്റഡ് ബൈ ചേഞ്ച് ഇൻ പ്രഷർ. ഓക്കെ, പ്രഷർ ചേഞ്ച് ചെയ്യുമ്പോൾ ലിക്വിഡിൻ്റെ വിസ്കോസിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് ആലോചിച്ച് നോക്കാം. നമ്മൾ ജനറലി നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ലിക്വിഡ് നമ്മൾ ജനറലി കൺസിഡർ ചെയ്യുന്നത് ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡായിട്ടാണ്. ഓക്കെ, നമ്മൾ ലിക്വിഡ് ഈസ് ജനറലി ട്രീറ്റഡ് ആസ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്നാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെങ്കിൽ അല്ലേ, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെങ്കിൽ നമുക്കറിയാം അത് ഡെൻസിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഡെൻസിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ ചേഞ്ച് ഇൻ പ്രഷർ ഉണ്ടാകുമ്പോൾ ലിക്വിഡിൻ്റെ വിസ്കോസിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ലിക്വിഡിൻ്റെ കേസിൽ ലിക്വിഡ് ഇൻകംപ്രസിബിൾ ആയത് കാരണം നമുക്ക് എന്താ പറയാം, ചേഞ്ച് ഇൻ പ്രഷർ എന്തിനെ എഫക്റ്റ് ചെയ്യില്ല, വിസ്കോസിറ്റിയെ നമുക്ക് എഫക്റ്റ് ചെയ്യില്ല എന്ന് പറയാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ അർത്ഥം ഇതിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതായിരിക്കും, നമ്മുടെ ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിൽ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇതിൽ വരുന്നത്. ഓക്കെ, പറഞ്ഞ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് വെച്ച് ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. എ ഫ്ലൂയിഡ് ഫ്ലോ ഇൻ വിച്ച് ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ചേഞ്ചസ് സിഗ്നിഫിക്കൻ്റ്ലി ഡ്യൂറിങ് ഫ്ലോയിങ് ഈസ് കോൾഡ്. അപ്പോൾ ഇതൊരു ചെറിയൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഒരു ഫ്ലൂയിഡ് ഫ്ലോയിൽ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു, ചേഞ്ചസ് സിഗ്നിഫിക്കൻ്റ്ലി ഡ്യൂറിങ് ഫ്ലോയിങ്. അപ്പോൾ ഫ്ലോ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഡെൻസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമുക്കറിയാം ഡെൻസിറ്റി ഇങ്ങനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ഫ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് ഫ്ലൂയിഡാണ്, അതൊരു കംപ്രസിബിൾ ഫ്ലൂയിഡാണ് അല്ലേ. നമുക്കിതിൻ്റെ റൈറ്റ് ആൻസർ പെട്ടെന്ന് പറയാൻ പറ്റും, അതൊരു കംപ്രസിബിൾ ഫ്ലൂയിഡാണ്. ഓക്കെ, എ ഫ്ലൂയിഡ് ഫ്ലോ ഇൻ വിച്ച് ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ചേഞ്ചസ് സിഗ്നിഫിക്കൻ്റ്ലി ഡ്യൂറിങ് ഫ്ലോയിങ് ഈസ് കോൾഡ്. നമുക്ക് കംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറയും. എന്നാൽ ഒരു ഫ്ലൂയിഡ് ഫ്ലോയിൽ ഡെൻസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യാത്ത ഫ്ലോയെ നമുക്ക് ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളതിൽ നമ്മുടെ ഫ്ലൂയിഡിൻ്റെ ഡൈനാമിക്സിൽ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ചെറിയൊരു ക്വസ്റ്റ്യനാണ്, പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒരുപാട് ലോജിക്ക് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കാം. കാപ്പിലറി ആക്ഷൻ ഈസ് ദ ആസ് ഡ്യൂ ടു ദ. ഓക്കെ, കാപ്പിലറി ആക്ഷൻ എന്ത് കാരണത്താലാണ് ഉണ്ടാവുക നോക്കാം. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് പറയുന്നത് സർഫസ് ടെൻഷൻ പറയുന്നുണ്ട്. രണ്ടാമത്തെ നോക്കാം, കൊയിഷൻ ഓഫ് ദ ലിക്വിഡ്. തേർഡ് വൺ, അഡിഷൻ ഓഫ് ദ ലിക്വിഡ് മോളിക്യൂൾസ് ഓൺ ദ സർഫസ് ഓഫ് എ സോളിഡ്. ലാസ്റ്റ് വൺ, ഓൾ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്കറിയുന്നതാണ് നമ്മുടെ കൊയിഷൻ. നമുക്ക് ആദ്യം കാപ്പിലറി ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. കാപ്പിലറി ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കണ്ടെയ്നറിനകത്ത് നമ്മളൊരു ട്യൂബ് ഇമ്മേഴ്സ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു കോൺസെപ്റ്റ് വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ഈ കണ്ടെയ്നറിനകത്ത് ഒരു ലിക്വിഡ് ഉണ്ടെങ്കിൽ ആ ലിക്വിഡ് ഈ ട്യൂബിനകത്തേക്ക്
റൈസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വേറെ ട്യൂബ് കൂടി വെച്ച് എക്സാമ്പിൾ പറയാം. മറ്റൊരു ട്യൂബ് ഉണ്ടെങ്കിൽ മറ്റൊരു ലിക്വിഡാണെങ്കിൽ ആ ഫ്ലൂയിഡ് അതുപോലെ താഴേക്ക് ഫോളോ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. ഓക്കെ, അത് നമ്മൾ ഇതിൻ്റെ തിയറി ക്ലാസ്സിൽ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒന്നുകിൽ റൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോളോ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അതായത് ഇതിന് നമ്മൾ കാപ്പിലറി റൈസ് എന്ന് പറയും. അതുപോലെ ഇതിനെ നമ്മൾ കാപ്പിലറി ഫാൾ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഈ ഒരു കാപ്പിലറി റൈസിന് കാരണക്കാരൻ ആരാണ്? നമുക്കറിയാം അവിടെ ഉണ്ടാവുന്ന അഡിഷനാണ് അല്ലേ. അത് അഡിഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനാണ് അട്രാക്ഷനാണ് നമ്മൾ അഡിഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസ് ട്യൂബിൻ്റെയും അതുപോലെ തന്നെ ഇതിനകത്തുള്ള ലിക്വിഡും നമുക്കറിയാം രണ്ടും ഡിഫറൻറ്റ് മോളിക്യൂൾസാണ്. അപ്പോൾ ആ ഡിഫറൻറ്റ് മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷൻ കൂടുന്നത് കാരണം അല്ലേ, അഡിഷൻ ഈസ് ഗ്രേറ്റർ ദാൻ കൊഹിഷൻ ആയത് കാരണമാണ് നമ്മുടെ ലിക്വിഡ് ഇതുപോലെ റൈസ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഈ ഒരു കാപ്പിലറി ഫാൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് നേരെ തിരിച്ചായിരിക്കും. അവിടെ കോസീവ് ഫോഴ്സാണ് കൂടുതൽ അല്ലെങ്കിൽ കൊഹിഷനാണ് കൂടുതൽ. ഓക്കെ, അഡിഷൻ ഈസ് ലെസ് ദാൻ കൊഹിഷൻ അല്ലെങ്കിൽ കൊഹിഷൻ ഈസ് ഗ്രേറ്റർ ദാൻ അഡിഷൻ ആയത് കാരണം എന്ത് ചെയ്യും? ആ ലിക്വിഡിൻ്റെ മോളിക്യൂൾസ് അവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കാനാണ് ശ്രമിക്കുക. സോ അത് അവിടേക്ക് ഇങ്ങനെ താഴേക്ക് ചുരുങ്ങി നിൽക്കുന്ന പോലെ എന്ത് ചെയ്യും? അത് ഫാൾ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കതിനെ കാപ്പിലറി ഫാൾ എന്ന് വിളിക്കാം. നമുക്ക് മനസ്സിലാവും കാപ്പിലാരിറ്റി നമുക്ക് കോമൺ ആയിട്ട് പറയുമ്പോൾ അവിടെ രണ്ട് കാരണങ്ങളുണ്ട്. അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ അവിടെ അഡിഷനും കാരണമാണ്, അതുപോലെ തന്നെ നമ്മുടെ കൊഹിഷനും കാരണമാണ് അല്ലേ. രണ്ടുപേരും കാരണക്കാരാണ്. കൊഹിഷന് കാരണം കാപ്പിലറി ഫാളാണ് അല്ലേ, കാപ്പിലറി ഫാളിന് കാരണം കൊഹിഷനാണ്. അഡിഷന് കാരണം കാപ്പിലറി റൈസിന് കാരണം അഡിഷനാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റും കാപ്പിലാരിറ്റിക്ക് ആരൊക്കെ കാരണക്കാരാണ്? അഡിഷനും കാരണക്കാരനാണ്, അതുപോലെ തന്നെ കൊഹിഷനും കാരണക്കാരാണ്. ഇവർ രണ്ടുപേരും എന്താണ്? കാപ്പിലാരിറ്റിക്ക് കാരണക്കാരനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും ഓപ്ഷനിൽ അഡിഷനും കൊഹിഷനും നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിനും നമുക്ക് ആൻസർ പറയാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ഫെനോമെന പഠിച്ചിട്ടുണ്ട് അല്ലേ. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർഫസ് ടെൻഷന് കാരണം എന്താണ്? നമുക്കറിയാം സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇതേപോലെ തന്നെ നമ്മുടെ ലിക്വിഡ് ഇങ്ങനെ ഒരു കണ്ടെയ്നർ വെച്ചത് എന്തായിരിക്കും? ഇതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ അല്ലേ. നമ്മുടെ ലിക്വിഡ് ആ കണ്ടെയ്നറിനകത്തുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറിൽ എന്തായിരിക്കും? ഒരു ടെൻഷൻ രൂപപ്പെടും. അല്ലെങ്കിൽ ടെൻഷൻ ഓൺ ദ സർഫസ് ആണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ആ ടെൻഷന് കാരണം ആരാണ്? അവിടെ ഉണ്ടാകുന്ന ലിക്വിഡ് മോളിക്യൂൾസിന് ഉണ്ടാകുന്ന ഏറ്റവും ടോപ്പ് ലെയറിൽ ഉണ്ടാകുന്ന ലിക്വിഡ് മോളിക്യൂൾസിൻ്റെ അൺബാലൻസ്ഡ് കോസീവ് ഫോഴ്സാണ് കാരണം. ഓക്കെ, അൺബാലൻസ്ഡ് കോസീവ് ഫോഴ്സാണ് സർഫസ് ടെൻഷന് കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ എന്ത് പറയാം? നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് സർഫസ് ടെൻഷൻ പറയാൻ പറ്റും, കൊഹിഷൻ പറയാൻ പറ്റും, അഡിഷനും പറയാൻ പറ്റും. നമുക്കിനി ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലെ ഓപ്ഷനിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഇതെല്ലാം നമ്മൾ തിയറി ക്ലാസ്സിൽ ഇതിൻ്റെ കോൺസെപ്റ്റ് വൈസ് നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓപ്ഷൻസിൽ ഇവിടെ സർഫസ് ടെൻഷൻ വരുന്നുണ്ട്, കൊഹിഷൻ വരുന്നുണ്ട്, അഡിഷൻ ഓഫ് ദ ലിക്വിഡ് മോളിക്യൂൾസ് ഓൺ ദ സർഫസ് ഓഫ് എ സോളിഡ്. അപ്പോൾ നമുക്കിവിടെ മൂന്നും ആൻസർ ആയിട്ട് വരുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്കിതിൽ ഓൾ ഓപ്ഷൻസ് ആർ കറക്റ്റ് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കാപ്പിലറി റിയാക്ഷന് കാരണം നമുക്ക് സർഫസ് ടെൻഷനും ഉണ്ട്, കൊഹിഷനും ഉണ്ട്, അഡിഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൾ ഓപ്ഷൻസ് ആർ കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇനിയുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുപോലത്തെ MCQs നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആളുകൾക്ക് കോർ പേപ്പേഴ്സ് കുറേ വരുന്നുണ്ട്. അതിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ട്, അതുപോലെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, പിന്നെ അങ്ങനെ ഒരുപാട് പേപ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലൊക്കെ അതുപോലെ IC എൻജിൻസ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, അങ്ങനെ കുറേ പേപ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെയുള്ള MCQ ഡിസ്കഷൻ നമ്മൾ ഇതുപോലെ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ വ്യക്തമായി നമുക്ക് പഠിക്കാൻ വേണ്ടി നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള കോച്ചിങ് നമ്മൾ നമ്മുടെ ചാനൽ വഴി അല്ലെങ്കിൽ ആപ്പ് വഴി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ നമ്മുടെ കോൺടാക്റ്റ് നമ്പേഴ്സും അതുപോലെ ആപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടും. നിങ്ങൾക്ക് അത് ഫോളോ അപ്പ് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ
ഈ ക്ലാസ് നമ്മൾ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.